Punarjani Super Speciality Hospital, Perurkada, Trivandrum. Advanced Urology, Gynecology, IVF Center. Endoscopy and keyhole surgery in urology, gynecology and infertility. IVF at very low cost with high success rate. New generation Holmium German laser for urinary stone treatment. Punarjani Super Speciality Hospital, AKG Nagar Road, Perurkada, Trivandrum. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ലൈഫ് ബീറ്റ്സിൽ നമ്മുടെ ഇന്നത്തെ വിഷയം ഗർഭപാത്ര അണ്ഡാശയ മുഴകൾ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാനുമായി ഇവിടെ നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം പേരൂർക്കട പുനർജനി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. ഡോക്ടർ സ്വീറ്റിക്ക് ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഗർഭാശയ അണ്ഡാശയ മുഴകൾ സാധാരണ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം അപകടകരം, ഏത് ടൈപ്പ് ഒക്കെ എന്ന് പറഞ്ഞു. ഒരുമാതിരി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ? ഈ ഗർഭപാത്രത്തിലെ മുഴകൾ എന്ന് പറഞ്ഞാൽ അറിയാം. സിസ്റ്റം എന്ന് പറയുന്ന ഒരു വാക്കും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫൈബ്രോയിഡ് എന്നും കേട്ടിട്ടുണ്ട്. ഫൈബ്രോയിഡ് എന്നുള്ള വാക്കും ഏകദേശം പലരും ഉപയോഗിച്ച് കേട്ടിട്ടുണ്ടാവും. സാധാരണക്കാർക്ക് പോലും അറിയാം. പക്ഷെ അത് പലപ്പോഴും ഉള്ള കൺഫ്യൂഷൻ എന്തെന്ന് വെച്ചാൽ, ഈ ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന മുഴകൾ സോളിഡായിട്ട്, അതായത് കട്ടി ആയിട്ട് അതൊരു ട്യൂമറാണ്, ശരിക്കും വളർച്ചയാണ്. യൂട്രസ് അകത്തുനിന്ന് വളർന്ന് വെളിയിലോട്ടും വരും, അങ്ങനെയുള്ള അകത്തോട്ടും വളരാം. പലതരത്തിൽ പല സ്ഥലങ്ങളിൽ, അതായത് അതിൻ്റെ പേശികളുണ്ട്. യൂട്രസ് എന്ന് പറയുന്നത് പേശികൾ കൊണ്ടുണ്ടാക്കിയ ഒരു അവയവമാണ്. അതിൻ്റെതായ പേശികൾ വലിപ്പം കൂടുകയും വലിപ്പം കുറയുകയും ചെയ്യാൻ പറ്റും. ആ പേശികളുടെ വളർച്ച കൂടുന്നതാണ് നമ്മൾ യൂട്രസിലെ മുഴകൾ. അത് നമ്മുടെ മെഡിക്കൽ ടേം ആണെങ്കിൽ ലിയോമയോമ എന്ന് പറയും. സാധാരണ പറയണമെങ്കിൽ ഫൈബ്രോയിഡ് എന്ന് പറയും. അങ്ങനെയാണ് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഫൈബ്രോയിഡ്സ് എന്ന് പറയും. അല്ലെങ്കിൽ യഥാർത്ഥ ഇത് ലിയോമയോമ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ മസിൽസ് കൂടുതൽ വളർന്ന ഒരു അവസ്ഥയാണ് അത്. യൂട്രസിനകത്തും പുറത്തും ഉണ്ടാവും അല്ലേ? അതായത് ഇത് അതിന്റെ പേശികൾ മസിൽസിൽ നിന്ന് വളർന്ന് അതിന്റെ സൈസ് അനുസരിച്ച് അത് വെളിയിൽ ഒത്തിരി വലുതാവാം, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ നിൽക്കാം. ചിലപ്പം അത് വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംഗതിയാണ്. ഹോർമോൺസ് ദേഹത്ത് ഉണ്ടാവുന്നിടത്തോളം കാലം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഇന്നിപ്പോൾ ഈ വർഷം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്ത വർഷം നോക്കുമ്പോൾ വീണ്ടും 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫൈബ്രോയിഡ് മുഴകൾ എന്ന് പറഞ്ഞത്. ഈ മുഴകൾ ശരിക്കും കട്ടിയായിട്ടിരിക്കുന്ന ട്യൂമർ പോലത്തെ സോളിഡ് മുഴകൾ. പക്ഷെ അത് 95% ക്യാൻസർ ആവില്ല. അതാണ് അതിന്റെ ഒരു ഗുണം. ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴകള് സാധാരണ യൂട്രസിൽ കാണുന്ന മുഴകള്, വളർച്ച പ്രാപിക്കുന്ന ഈ മുഴകൾ ചിലപ്പം വളരെ വലിയ വളർച്ച. ഇപ്പം ഞാൻ തന്നെ എനിക്ക് ഏറ്റവും വലുതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് 8 കിലോ ഉള്ള ഒരു യൂട്രസ് മൊത്തം. ഒരു സ്ത്രീ 8 വർഷമായിട്ട് അത് കൊണ്ട് നടക്കുകയായിരുന്നു. അവർക്കത് ഗ്യാസാണ്, അങ്ങനെയാണ് വീർക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് അത്രയും വലിയ ഒരു വെയിറ്റ് അത്രയും ഉണ്ടായിരുന്നു, മൊത്തം യൂട്രസും ട്യൂമറും കൂടി. അപ്പോൾ ഇത് ട്യൂമർ എന്ന് പറയുമെങ്കിലും ക്യാൻസർ അല്ല. ക്യാൻസറിന് എപ്പോഴാണ് നമ്മൾ പറയണമെന്ന് വെച്ചാൽ, മറ്റേ അവയവങ്ങളിലേക്ക് അത് പടർന്ന് പിടിച്ച് ദോഷങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അതേസമയം ഇത് വലിപ്പം വയ്ക്കും, പക്ഷെ ആ വലിപ്പം കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ മുൻവശത്ത് ഈ ഗർഭപാത്രത്തിന്റെ മുൻവശത്ത് മൂത്രസഞ്ചിയുണ്ട് സ്ത്രീകളുടെ. പുറവശത്താണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഇത് കിടക്കുന്നത്. പുറവശത്താണെങ്കിൽ കുടൽ ഭാഗങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ പുറവശത്തോട്ട് വളർന്നു വരുന്ന ഒരു മുഴയാണെങ്കിൽ
മോഷൻ പോകാൻ ബുദ്ധിമുട്ട്, വയറുവേദന, പിന്നെ ആകെ കൂടി ഒരു ഗ്യാസിന്റെ പ്രശ്നങ്ങള്, ഇതൊക്കെ നമുക്ക് അത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. പിന്നെ മുൻവശത്തോട്ട് വളർന്നു വരുന്ന മുഴയാണെങ്കിൽ ഈ ബ്ലാഡറിന്റെ പ്രശ്നങ്ങളെല്ലാം വരും. എന്ന് വെച്ചാൽ മൂത്രം പോകുന്ന പോലെ എപ്പോഴും പോകണം എന്ന് തോന്നിക്കൊണ്ടിരിക്കും. യൂറിൻ പോയാലും മുഴുവൻ പോകില്ല. കാര്യം വെച്ചാൽ ഇതിന്റെ പ്രഷർ വന്ന് പ്രസ് ചെയ്തിരിക്കുന്നുണ്ട്, ഫുള്ളായിട്ടുള്ള എംറ്റിങ് ഉണ്ടാവില്ല. അപ്പം ബ്ലാഡർ ഫുള്ളായിട്ട് ഇത് എംറ്റി ആവില്ല. അപ്പം മുഴുവനായിട്ട് യൂറിൻ പോയതായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവില്ല, പിന്നെയും പോയിക്കൊണ്ടിരിക്കണം, തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതെല്ലാം ഇവരൊരിക്കലും ഈ ഗർഭപാത്രമായിട്ട് റിലേറ്റ് ചെയ്യേയില്ല. ആക്ച്വലി ഇതൊരു ലക്ഷണമാണ്. ആക്ച്വലി ഇതൊക്കെ ഓരോ ലക്ഷണങ്ങളാണ്. ഇങ്ങനത്തെ ലക്ഷണം വരുമ്പം അപ്പം സാധാരണ ഞാൻ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്നത് ഒരു 30-35 ഒക്കെ കഴിഞ്ഞാൽ വർഷത്തിലെങ്കിലും ഒരു സ്കാൻ ചെയ്തു. എന്ന് വെച്ചാൽ പെൽവിക് സ്കാൻ എന്ന് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനെങ്കിലും പെൽവിക് സ്കാൻ. എനിക്ക് ഒന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും നടക്കും. പക്ഷെ ഈ ഫൈബ്രോയിഡ്, ചില ഫൈബ്രോയിഡുകൾ വളരെ വലിയ സൈസ് ആകുന്നവരെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതിരിക്കും. പിന്നെ ആയിരിക്കും അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ചെയ്യുന്നത്. അപ്പം ഇത് ചെറുതായിട്ട് ഇരിക്കുമ്പോഴാണെങ്കിൽ നമുക്കിപ്പോൾ ലാപ്രോസ്കോപ്പി ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ചെറിയ മുറിവിൽ കൂടെ, കീ ഹോൾ, അതിൽ കൂടെ നമുക്കിപ്പോൾ മാറ്റം ചെയ്യാം. ഈ 8, 10, 12 വരെ വെയിറ്റ് ചെയ്താൽ എത്ര സെന്റിമീറ്റർ ആവുമ്പം സർജറി ചെയ്ത് വേണമെങ്കിലും ആകാം. അല്ല, മിനിമം എത്ര ആകുമ്പോഴത്തേക്കും ഇതെടുത്ത് കളയണം? നമ്മളൊരു അതായത് അത് ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ചാണ്. പിന്നെ അത് ആ രോഗിക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അനുസരിച്ചാണ്. അതിൻ്റെ സ്ഥലം അനുസരിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. ചിലപ്പം അത് ഇരിക്കുന്ന സ്ഥലം സൈഡിലോട്ടാണെങ്കിൽ അതുവഴിയായിരിക്കും മൂത്രനാളി പോകുന്നത്, യുറേറ്റർ പോകുന്നത്. അതിലോട്ട് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ പിന്നെ കരളിന് കിഡ്നിക്ക് വീക്കം വരും. കിഡ്നി വീക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ മാറ്റണം. സോ അപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പം കുട്ടികളില്ലാത്തൊരു സ്ത്രീ, അവർക്ക് വന്നിട്ട് ഈ ഫൈബ്രോയിഡ് നോക്കുമ്പം നമ്മൾ ആ ട്യൂബിന്റെ തുടക്ക സ്ഥലത്താണ് ആ ഫൈബ്രോയിഡ്. അപ്പൊ ട്യൂബിനെ പ്രസ് ചെയ്തിരിക്കുന്നത് ട്യൂബ് ബ്ലോക്ക്, ഫാലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ മാറ്റിയിരിക്കണം. സോ അപ്പം ഓരോ സ്ഥലം, പിന്നെ അതേപോലെ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗർഭപാത്രത്തിന് ഉള്ളിലോട്ട് വളരുന്ന ഫൈബ്രോയിഡ് ഉണ്ട്. അത് നിർത്താതെ ബ്ലീഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അവരൊന്ന് അനങ്ങിയാൽ, നടന്നാൽ ഇങ്ങനെ ഒഴുക്ക് പോലെയുള്ള ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണത്. അപ്പം അങ്ങനെയൊക്കെ സഫർ ചെയ്യുന്ന ഒരു സമയത്ത് അതിനും ഇപ്പം ഹിസ്ട്രോസ്കോപ്പിക് ഫൈബ്രോയിഡക്ടമി ഉണ്ട്. അതായത് ആ ഗർഭപാത്രത്തിന് ഉള്ളിലുള്ള മുഴയാണെങ്കിൽ നമ്മൾ ഗർഭപാത്രം തുറക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ക്യാമറ നമ്മൾ യൂട്രസിൻ്റെ അകത്ത് മറ്റേ യോനി ഭാഗം വഴിയിട്ട് ക്യാമറയിൽ നോക്കിക്കൊണ്ട് നമുക്ക് ആ കംപ്ലീറ്റ് ആയിട്ടും ആ ഫൈബ്രോയിഡിന് എടുത്തു മാറ്റാൻ പറ്റും. വയറൊന്നും തുറക്കണ്ട, അതിൽ കീ ഹോൾ പോലും വേണ്ട. അത് ഇത് വളരെ ചെറിയതായിരിക്കുമ്പോൾ ഈ സർജറി ചെയ്യാനുള്ള അളവില്ലാത്ത ഒരു 4, 5, 7 സെന്റിമീറ്റർ വരെയൊക്കെ നമുക്ക് വളരെ സുഖമായിട്ട് ലാപ്രോസ്കോപ്പി വരെ എടുക്കാം. ലാപ്രോസ്കോപ്പി മാത്രമേ ഉള്ളൂ? ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ വളരെ വലുതാണെങ്കിൽ ഓപ്പൺ ചെയ്ത് തന്നെ. അല്ലാതെ മെഡിസിൻ, അതാണ് ഇതിൽ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. പലരും വിചാരിച്ചിരിക്കുന്നത്, അതാ ഞാൻ ഇത് ആദ്യമേ പറഞ്ഞത്, ട്യൂമറാണ്. ഒരു കാലത്തും അത് തനിയെ മരുന്ന് കഴിച്ച ആളുകളുടെ ഒരു ആഗ്രഹമാണ്. സർജറി അവോയ്ഡ് ചെയ്യാനായിരിക്കും എല്ലാവരുടെയും മനസ്സിന്റെ ആഗ്രഹം. അപ്പം നമ്മളും ഇപ്പൊ പറയുന്നത് ഇപ്പൊ 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ ഒരു ദോഷവും ചെയ്യുന്നില്ല. അവർക്ക് യൂട്രസിന്റെ പ്രോബ്ലം ഒന്നുമില്ല, പീരിയഡ്സ് പ്രോബ്ലം ഇല്ല, യൂറിൻ പ്രോബ്ലം ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരോട് നമ്മൾ അത് വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കും സർജറിയിലേക്ക് ഒരാളെ കൊണ്ടുപോകണം എന്ന് ഒരിക്കലും നമ്മളും ആഗ്രഹിക്കുന്നില്ല. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കംപ്ലീറ്റ് കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിക്കണേ. പിന്നെ എനിക്ക് ഇപ്പൊ 33 വയസ്സുണ്ട്. പീരിയഡ്സ് ഇല്ലാണ്ടായിട്ട് 4.5 വർഷമായി.
ആ ഹലോ. ആ ആ കേൾക്കാം. പിന്നെ അപ്പൊ കൊറേ വർഷം നോക്കിയപ്പോ ഒരു ഗർഭപാത്രത്തില് ചെറിയ കുരുക്കളാണ് പറഞ്ഞു. ഹലോ. അതിനുശേഷം പിന്നെ തലയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു മുഴയായിട്ട്. ഗർഭപാത്രത്തിലെ മുഴയാണോ? അത് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു വർഷമായിരുന്നു. ഒരു വർഷം. അപ്പൊ അവര് ഡോക്ടർമാര് പറഞ്ഞത് ഇത് സംബന്ധമായിട്ടാണ് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ആയിട്ടില്ല. ഓപ്പറേഷൻ കണ്ട ഒരു വർഷമായി, ഇപ്പോഴും ആയിട്ടില്ല. അത് സംബന്ധിച്ചായിട്ട് അറിയാനുണ്ട്. ഇപ്പോഴും റേഡിയേഷൻ കഴിഞ്ഞു. പിന്നെ ക്യാൻസർ അല്ല പറഞ്ഞു ഡോക്ടർ. കോളേജിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ക്യാൻസർ അല്ല, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലായതുകൊണ്ട് ക്യാൻസർ രോഗം അല്ല എന്നാണ് പറയുന്നത്. അല്ല, അത് പെത്തോളജി റിപ്പോർട്ട് വന്ന് കാണുമല്ലോ ക്യാൻസർ. അത് ഉടനെ തന്നെ അല്ല. പക്ഷെ അവര് തലച്ചോറിന് മുഴുവൻ മഴ എടുക്കാതെ പകുതി എടുത്തിട്ട് പകുതി അവർ കരുത്ത് തന്നു. റേഡിയോതെറാപ്പി ചെയ്തത്. ജീവമല്ല, റേഡിയേഷൻ. അത് കുഴപ്പമില്ല. അത് ക്യാൻസർ അല്ലെങ്കിൽ പിന്നെ റെഗുലർ ചെക്കപ്പ് ചെയ്യുക. അല്ലാതെ എപ്പോഴും അതിന് ഡോക്ടറുടെ കറക്റ്റ് നിർദ്ദേശം അനുസരിച്ച് ചെക്കപ്സ് ഒരിക്കലും മുടക്കരുത്. അതിനെക്കുറിച്ച് എപ്പോഴും മനസ്സ് അതിനൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. സാധാരണ കാര്യങ്ങൾ ജീവിതത്തിലെല്ലാം ചെയ്തു പോവുക. പിന്നെ ഈ ചെക്കപ്പുകൾ മുടക്കാതെ കറക്റ്റായിട്ട് ചെയ്തു പോവുക. അതാ വേണ്ടത്. ഒരു തരം മരുന്ന് മാത്രം കഴിക്കുന്നുണ്ട്, ഹോർമോണിന്റെ കൂടുതലാണെന്ന് പറഞ്ഞത്. പീരിയഡ്സ് ഇപ്പോഴും ആയിട്ടില്ല. അത് വേണ്ട, അതാവില്ല. ഈ മരുന്ന് കഴിക്കുമ്പോൾ ആവില്ല. ഇഞ്ചക്ഷൻ ആയിരിക്കും അത്. അതെ അതെ അതെ, അതാവില്ല. കുഴപ്പമില്ല. അല്ല, അത് ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നവരെ കുറച്ച് ഇഫക്റ്റ് കാണും, ആകാതിരിക്കും കേട്ടോ. കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടോ. ശരി, ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്. ലൈഫ് ബീറ്റ്സിൽ ഇനി ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. Punarjani Super Speciality Hospital, Perurkada, Trivandrum. Advanced Urology, Gynecology, IVF Center. Endoscopy and keyhole surgery in urology, gynecology and infertility. IVF at very low cost with high success rate. New generation Holmium German laser for urinary stone treatment. Punarjani Super Speciality Hospital, AKG Nagar Road, Perurkada, Trivandrum. ലൈഫ് ബീറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ആലപ്പിന്ന് വിളിക്കുകയാണേ. ഡോക്ടർ ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ. അപ്പൊ ഡോക്ടർ, ഞാൻ ആലപ്പുഴന്ന് വിളിക്കാം. അപ്പൊ എനിക്കിങ്ങനെ 45 ഉണ്ട് ഏജ്. അപ്പൊ എനിക്കിങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ പീരീഡ് ടൈമിന് മുമ്പായിട്ട് എല്ലാ മാസവും ഇങ്ങനെ പനി വരും. അപ്പൊ അങ്ങനെ കുറെ നാൾ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഗൈനക് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു പിന്നെ സ്കാൻ ചെയ്തോണ്ട് സ്കാൻ ചെയ്തപ്പോ ഒരു നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ യൂട്രസിനകത്ത് ഒരു 3 mm ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുക ഒന്നും ചെയ്തില്ല. പീരീഡ് ഒന്നും കറക്റ്റ് അല്ല ഇപ്പൊ എനിക്ക്. ബ്ലീഡിങ് അങ്ങനെയൊന്നും ഇല്ല. ശരി. അപ്പം എന്താ ഡോക്ടർ, അത് പിന്നെ സ്കാൻ ചെയ്തിട്ടില്ല, ഇപ്പൊ 1 വർഷമായി. അതെന്താ ചെയ്യാത്തെ? അത് ഗ്രോത്ത് ആയോ ഇല്ലേന്ന് ചെയ്യണ്ടേ? അത് വേണം. പിന്നെ ഈ പനി വരുന്നത് യൂട്രസിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോ അത് മസ്റ്റാണ്. എന്തിനാ ഇങ്ങനെ പനി വരുന്നതെന്നുള്ളത് അറിയണം. വെള്ളപ്പോക്കോ ചൊറിച്ചിൽ പോലെ എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ പനി ഇല്ല. അതാണ് പനി ഇപ്പൊ വരുന്നില്ല. പനി ഇപ്പൊ 15 ദിവസം കഴിയുമ്പോ പിന്നെ ഒന്ന് വരുന്നുണ്ട്. അപ്പൊ എന്റെ വിചാരം ഇങ്ങനെ നിൽക്കാനാണെന്നുള്ള ധാരണ ഇരിക്കും. എന്നാലും ഒന്ന് സ്കാൻ ചെയ്ത്. അല്ല, സ്കാൻ മാത്രം പോരാ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഈ പനിയുടെ കാരണം കണ്ടുപിടിക്കണം കേട്ടോ. അത് മസ്റ്റായിട്ട് വേണം. അങ്ങനെ വെറുതെ ഒരു പനി റെഗുലറായിട്ട് വരേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സ്ഥായിയായി ഒരു ഇൻഫെക്ഷൻ കിടപ്പുണ്ട്. ചിലപ്പോൾ യൂട്രസിനകത്താണോ എന്നറിയില്ല. അത് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. ശരി, ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്.
ഡോക്ടർ ഇപ്പം ചോദിച്ചതുപോലെ സർജറി ചെയ്യാനുള്ള അത്രയും വലിപ്പവും ഇല്ല, ഒരിക്കൽ സ്കാൻ ചെയ്ത് നോക്കി. പിന്നെ ഒരാൾക്ക് ഇപ്പം ശരിക്കും സർജറി വേണ്ടാത്തൊരവസ്ഥയുണ്ട്. അതെപ്പോഴെന്ന് വെച്ചാല് സൈസ് ചെറുതാണ്, ഒരു 3-4 സെന്റിമീറ്ററേ ഉള്ളൂ, അതിന്റെ ഇരിക്കുന്ന സ്ഥാനം കുഴപ്പമില്ലാത്തൊരു സ്ഥാനമാണ്. അത് പ്രഷർ ഇഫക്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് ബ്ലാഡറിലോ ഇത് ബാക്കിലുള്ള നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ, അതായത് കുടൽ ഭാഗത്തോ ഒരു പ്രഷറും ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ട്യൂബിൽ പ്രഷർ ഉണ്ടാക്കുന്നില്ല. ഇവർക്ക് ഒരു ദോഷവും അതുകൊണ്ട് വരുന്നില്ല. ഈ ഫൈബ്രോയിഡ് ഉണ്ടെന്നേ ഉള്ളൂ, അവരറിയുന്നില്ല. ശരിക്കും സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ ഒരു ഇൻസിഡന്റൽ ഫൈൻഡിങ്. അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത്, അവരോട് പറയേണ്ടത് 6 മാസം കൂടുമ്പം ഒരു ഫോളോ അപ്പ്. അത് പലരും പറയാൻ വിട്ടുപോകും. അപ്പൊ ഇവരെന്താ വിചാരിക്കുക, ഇത് അങ്ങനെ അങ്ങ് ഇരുന്നോളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ വല്ലാത്ത ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടങ്ങുമ്പം അതിന് ഏകദേശം 7-8 സെന്റിമീറ്റർ ആയി. ഉറപ്പായിട്ടും വളരുന്ന ഒരു സാധനം, തീർച്ചയായിട്ടും വളരുന്ന ഒരു സാധനമാണ്. വെച്ചാൽ പലരെയും ഇങ്ങനെ കബളിപ്പിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ മനുഷ്യരുടെ ഒരു സൈക്കോളജി എങ്ങനെയെങ്കിലും ഒരു സർജറി അവോയ്ഡ് ചെയ്യണമെന്ന് അവരുടെ മനസ്സിലും അറിയാം. ഇപ്പൊ 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ആയ ഒരു മുഴ നമുക്ക് മാറ്റാതിരിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെതായ ദോഷങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും, ബ്ലീഡിങ് ഉണ്ടായിരിക്കും എല്ലാം. പക്ഷേ അത് മാറ്റാതിരിക്കാൻ അവർ വേറെ മാർഗങ്ങൾ, ഇപ്പം ഡോക്ടർ പറഞ്ഞു മാറ്റണം, പക്ഷെ അത് മാറ്റാതിരിക്കാൻ അവർ പല മാർഗങ്ങൾ വേറെ നോക്കും. അപ്പം പല കബളിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഈ മരുന്ന് കഴിച്ചാൽ അതിങ്ങനെ ഉരുകിപ്പോവും, അല്ലെങ്കിൽ അതിങ്ങനെ ഇല്ലാണ്ടാകും. അങ്ങനെ വിപണിയിൽ ആവശ്യമില്ലാത്ത ഒരു ഇതുമില്ലാത്ത മരുന്നുകൾ വരണം. അപ്പം ഇതിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ട്യൂമറാണ്, എന്നാൽ ക്യാൻസർ അല്ല. പക്ഷേ വളർച്ച അതിന് തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതേവരെ ലോകത്ത് ഒരു സയൻസിലും മരുന്ന് കണ്ടുപിടിച്ച് അതിനെ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു സംഗതി വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും യൂട്രസ് മാറ്റുന്ന സർജറി നിലവിൽ ലോകത്ത് ഉണ്ടാവില്ല. ഇത്രയും ലോജിക്കലായിട്ട് ആളുകൾ ആലോചിച്ചാൽ മതി. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഹിസ്റ്ററക്ടമി എന്നൊരു സർജറി ഉള്ളത്? എന്തുകൊണ്ട് മയോമെക്ടമി, അതായത് നമ്മൾ ഫൈബ്രോയിഡിനെ മാറ്റുന്ന ഒരു സർജറി ഇന്നും നിലവിൽ നിൽക്കുന്ന എന്തുകൊണ്ട്? ലോകം മുഴുവനും ഉണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ആ സർജറി ഉണ്ട്. എന്തുകൊണ്ടാ? ഇപ്പോഴും നമ്മൾ അങ്ങനെ ഒരു മരുന്നില്ല. പിന്നെ കുറച്ച് നമ്മുടെ അതിൻ്റെ 1-2 ഇഞ്ചക്ഷൻസ് ഉണ്ട്, കുറച്ച് അതിൻ്റെ വളർച്ചയെ കുറച്ച് നിർത്താൻ പറ്റുന്ന, അത് വേണമെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്നാണ്, ശിവചിത്ര എന്നാണ് പേര്. ഓക്കെ, ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത്. ഡോക്ടറോടൊപ്പം സംസാരിക്കണമായിരുന്നു. ഡോക്ടർ തന്നെ സംസാരിക്കുന്നത്, ചോദിച്ചോളൂ. ഡോക്ടറാണ്, പറഞ്ഞോളൂ. ഞാനിപ്പോ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് വന്നിട്ട് ഞാൻ മാരേജ് കഴിഞ്ഞ് 4 വർഷമായി കഴിഞ്ഞു, 3.5 വർഷമായി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, എനിക്ക് ആദ്യം സിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ചെറുതായിട്ട് സിസ്റ്റ് ഉണ്ടായിരുന്നു, ഓവറിയിൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ PCOD പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ എന്താ പറയുക ചികിത്സയൊക്കെ ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് എന്താ പറയാ പ്രഗ്നന്റ് ആയിട്ട് പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞതും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 4 മാസമായപ്പോ വീണ്ടും ഒരു അബോർഷനായി പോയി. ഹലോ, മനസ്സിലായി. അബോർഷനായി പോയി. അപ്പൊ 2ാം മാസം ഞങ്ങൾ അതിനെ സ്കാനിങ് എടുക്കുന്ന സമയത്ത് ഓവറിയിൽ ഒരു 6.5 സെന്റിമീറ്ററിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ അബോർഷൻ ആയ ശേഷം വീണ്ടും സ്കാനിങ് എടുത്ത് നോക്കിയപ്പോൾ അതില് ഓവറി നോർമലിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓവറിയിൽ അങ്ങനെ സിസ്റ്റ് എടുത്തു, അല്ല എന്താ പറയുക, അബോർഷൻ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓവറിന്ന് സിസ്റ്റ് പോകാൻ സാധ്യതയുണ്ടോ മാഡം? ഇതിലിപ്പം ഒരു കാര്യം വ്യക്തമായിട്ടില്ല. എന്തെന്ന് വെച്ചാല്, ഹലോ ഇതിൽ ഒരു കാര്യം വ്യക്തമല്ല. എന്തെന്ന് വെച്ചാൽ ആദ്യമേ ഈ സിസ്റ്റ് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞപ്പം എന്ത് തരം സിസ്റ്റ് എന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതാ പറഞ്ഞു. അപ്പം ഈ രണ്ട് പീരീഡ് അല്ല, അത് ഡെലിവറി കഴിഞ്ഞതും അതില്ലാന്നും പറഞ്ഞു, അത് ശ്രദ്ധിക്കണ്ട എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ പോകാൻ സാധ്യതയുണ്ടോ എന്നാണ്. അതാ ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. സിസ്റ്റുകൾ ഒരു 100 തരം ഉണ്ട് ഓവറിയില്. അപ്പം അതില് 2-3 പീരീഡ് കഴിയുമ്പം തനിയെ പോണ സിസ്റ്റം ഉണ്ട്. ഓക്കെ, പിന്നെ ഇത്രയും വലുതാവുമ്പോൾ ചിലപ്പോൾ പോകാതെ വളർന്നു വരുന്ന സിസ്റ്റും ഉണ്ട്.
ഓക്കെ മാഡം. അപ്പം ഇനി ഇതിനെ ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം MRI എന്നുള്ള സ്കാൻ എടുത്തൊന്ന് നോക്കൂ. MRI പെൽവിസ് അതൊന്ന് എടുത്ത് നല്ലൊരു സെന്ററിൽ നിന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടും. സിസ്റ്റ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ്, അതാണ് അത് അറിയേണ്ടതാണ്. ചിലപ്പം ചില തരം സിസ്റ്റുകളുണ്ട് പ്രഗ്നൻസി ഉണ്ടാക്കാൻ, അത് കാരണം പ്രഗ്നൻസി ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ PCOD-യുടെ ചികിത്സയും നടത്തിയിട്ടുണ്ടായിരുന്നു മാഡം. 6 മാസം ചികിത്സയ്ക്ക് ശേഷമാണ് പ്രഗ്നൻസി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് വരാൻ സാധ്യതയുണ്ടോ ഈ PCOD-യുടെ? PCOD എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ മാഞ്ഞു പോകുന്ന ഒരു അസുഖമല്ല. അപ്പൊ നമ്മള് വെയിറ്റ് ഒക്കെ കുറച്ചിരിക്കണം, അതിന്റെ ഫുഡിന്റെ കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം, മരുന്നുകൾ ഡോക്ടർ തന്നത് കറക്റ്റായിട്ട് പോട്ടെ, ഓവുലേഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ സംഗതികളും, ഫെർട്ടിലിറ്റി കൂട്ടാനുള്ള മരുന്നുകൾ തന്നു കാണും. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴേ ഈ PCOD-ക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പൊ പിന്നെ അപ്പൊ നമ്മളിത് നന്നായി ട്രീറ്റ്മെന്റ് ചെയ്താൽ പ്രഗ്നൻസി കിട്ടും. അപ്പൊ പിന്നെ മാഡം ചോദിച്ചോട്ടെ, ഒന്നും കൂടി ഒരു സംശയം കൂടി ഉണ്ട് മാഡം. പിന്നെ എനിക്ക് ലാസ്റ്റ് സമയത്ത് ഡെലിവറി അങ്ങനെ 5-ാം മാസം ഇങ്ങനെ ആയി പോയത് വെള്ളം പോയിട്ടായിരുന്നു. അത് ശരി, വെള്ളം പോയിന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയായിരുന്നു ശരിക്കും പ്രസവം നടക്കുന്ന പോലെ തന്നെ കുഞ്ഞ് വെളിയിൽ വരിക ചെയ്തത്. അപ്പൊ അടുത്ത ചികിത്സ ഇനിയിപ്പോ നമ്മളൊരു പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ എന്തോ സ്റ്റിച്ച് ഇടണമെന്നും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താ മാഡം, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമോ, കുഞ്ഞ് കിട്ടുമോ എന്നുള്ള അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്തായാലും അടുത്ത പ്രഗ്നൻസി വരുമ്പോൾ കുറച്ചും കൂടെ സൂക്ഷിക്കണം. അതിന്റെ അർത്ഥം ഇത് 5-ാം മാസത്തിൽ പോയതിന്റെ അർത്ഥം ഗർഭപാത്രത്തിന് കുഞ്ഞിനകത്ത് തങ്ങി വെക്കാനുള്ള ടൈറ്റ്നെസ്, ഗർഭവായ മുഖത്തിന് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും, അത് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ഗർഭപാത്രം അങ്ങ് തുറന്ന് കുഞ്ഞങ്ങ് പുറത്ത് വന്നത്. അപ്പോൾ നമ്മൾ 2-3 മാസം ആവുമ്പോഴേ അതിന് സെർവൈക്കൽ എൻസർക്ലാജ് എന്ന് പറയും, സെർവിക്സിനെ കെട്ടിവെക്കും. അപ്പം എന്നിട്ട് ഫുൾ ബെഡ് റെസ്റ്റ്, ഇതാണ് യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഗർഭപാത്രത്തിൽ മുഴ ഉള്ള സമയത്ത് പ്രഗ്നന്റ് ആവുമോ? ഓ, ആകാമല്ലോ. ഈ ഗർഭപാത്രത്തില് ആദ്യം ഇപ്പൊ ട്യൂബിന്റെ അടുത്തോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും വേറെ പല സ്ഥലങ്ങളിലായിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് പല പല മുഴകൾ ഉണ്ടെങ്കിലും പ്രഗ്നന്റ് ആവും. അപ്പൊ ചിലപ്പോ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പൊ എനിക്കൊരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, 25 ഇയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, പുള്ളിക്കാരിക്ക് 7-8 മുഴ ഉണ്ടായിരുന്നു യൂട്രസിനകത്ത്, എന്നിട്ടും പ്രഗ്നന്റ് ആയി വന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ഈ 3 മുഴകൾ കണ്ടത്. പിന്നെ സർജറി ഒന്നും ചെയ്യാൻ അപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രഗ്നന്റ് ആയിരിക്കല്ലേ. അപ്പൊ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, പിന്നെ യൂട്രസ് റിലാക്സ് ചെയ്യാനുള്ള, എന്നുവെച്ചാൽ യൂട്രസിന് ആ ഒരു വികസിക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അപ്പൊ കുഞ്ഞ് ചിലപ്പോൾ നേരത്തെ പ്രസവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. വെച്ചാൽ പഴയ സാധാരണ യൂട്രസ് പോലെ ആ പേശികൾക്ക് വികസിക്കാൻ പറ്റില്ല, എല്ലായിടത്തും മുഴകളുള്ളതല്ലേ. സോ ഒരുപാട് കെയർ എടുത്താണ് പിന്നെ കൃത്യമായിട്ട് ആ കുട്ടി ഡെലിവർ ചെയ്ത് പിന്നെ നമ്മൾ കുറേ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫൈബ്രോയിഡ്സ് മാറ്റിയത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഡെലിവറി ടൈമിലോ സിസേറിയൻ ചെയ്യുമ്പോഴോ കഴിവതും ഫൈബ്രോയിഡ് മാറ്റാതിരിക്കുക. കാര്യം വെച്ചാൽ അപ്പം നല്ല ബ്ലഡ് സപ്ലൈ പോകുന്ന ഒരു സമയമായിരിക്കും. അപ്പം നമ്മൾ ചെയ്ത ഒരുപാട് ബ്ലഡ് രോഗിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഇപ്പൊ ലാപ്രോസ്കോപ്പി ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ്. കാര്യം വെച്ചാൽ പിന്നെ പണ്ട് ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് തുറക്കണം പിന്നെയും തുറക്കണം, അപ്പം പിന്നെ 2 ഇത് വേണ്ടെന്ന് വിചാരിച്ചാൽ അപ്പം റിസ്ക് എടുത്ത് ചെയ്യും, ബ്ലഡൊക്കെ കരുതി വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, നമ്മൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്നതുകൊണ്ട് പിന്നെയും വയറ് തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇനി അണ്ടാശയം അടുത്ത അപ്പൊ ഇതിൽ ഇത്രയും കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കേണ്ടത്. വളരും, ഇല്ലാതാക്കാൻ പറ്റില്ല, ആവശ്യം വന്നാൽ സർജറി ചെയ്യുക, ആവശ്യം ഉണ്ടോ എന്നുള്ളത് ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് അത്രയും കാര്യങ്ങൾ. പിന്നെ സ്കാൻ ചെയ്ത് കൃത്യമായിട്ട് ഇത് വളരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളാണിത്. പിന്നെ ചിലർ അറിയാതെ ഈ ഫൈബ്രോയിഡിന് പകരം ഗർഭപാത്രത്തിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. ഗർഭപാത്രത്തിൽ സിസ്റ്റ് എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. സിസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു ബാഗ് എന്നാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ പറയണമെങ്കിൽ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ബാഗ്, അതാണ് ഒരു സിസ്റ്റ്. അതൊരിക്കലും യൂട്രസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. യൂട്രസിൽ വരുന്ന എല്ലാം കട്ടിയുള്ള മുഴകളാണ്.
എന്നുവെച്ചാൽ അത് പേശികളിൽ നിന്നും പേശികൾ വളർന്ന് വലുതായി അങ്ങനെ വരുന്ന മുഴകളാണ്. അങ്ങനെ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനം അതിലില്ല. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ശിവാനയാണ്. ഡോക്ടറോട് സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ഞാൻ ശിവാന, വയസ്സ് 26. എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ശേഷം കറക്റ്റ് ആയിട്ട് പീരീഡ് ആകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 6 മാസത്തിനകത്ത് വെച്ച് ഇത് കറക്റ്റ് ആകുന്നില്ല. 2 മാസം 3 മാസം കൂടുമ്പോഴായിരുന്നു. അങ്ങനെ നെടുമങ്ങാട് ഹോസ്പിറ്റലില് സോണിയ ഡോക്ടർ ചെന്ന് കണ്ടായിരുന്നു. കണ്ട് അവര് സ്കാനിങ്ങിന് എഴുതി. സോ ഓവറിയില് ഈ ഓവറിയുടെ സിസ്റ്റം എന്ന് പറഞ്ഞു തുടങ്ങി. ഓവറി എന്ന് പറഞ്ഞാൽ 2 അണ്ടാശയങ്ങളുണ്ട്. പലർക്കും അറിയില്ലായിരിക്കും അത്. അണ്ടാശയം സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിന്റെ 2 സൈഡിലായിട്ട് 2 അണ്ടാശയങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു അണ്ടാശയത്തിൽ നിന്ന് അണ്ടോൽപാദനം 1 മാസം നടക്കും. അടുത്ത മാസം അടുത്ത, അങ്ങനെ 2 മാറിയാണ് അതിന്റെ പ്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും അണ്ടാശയത്തിന്റെ ഒരു ജോലി. അതിൽ നിന്നാണ് ഹോർമോണുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ ചിലപ്പം സ്ത്രീയായിട്ട് വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ ഓവറി ആണ് അല്ലെങ്കിൽ അണ്ടാശയമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിധി വരെ. അപ്പോൾ അതിൽ വരുന്ന പ്രശ്നങ്ങൾ ചിലപ്പം എനിക്ക് തോന്നുന്നു യൂട്രസിൽ വരണേനേക്കാളും കുറച്ചും കൂടെ ഗുരുതരമാണ് ചിലപ്പോൾ. കാര്യം എന്തെന്ന് വെച്ചാൽ അതിൽ ക്യാൻസർ ഉള്ള സിസ്റ്റുകൾ കുറച്ച് എണ്ണം കൂടുതലായിട്ട് വരാം. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിയുമ്പോൾ ഒക്കെ കൂടുതൽ വരാം. ചെറുപ്പത്തിലും വരാൻ പറ്റുന്ന ക്യാൻസറസ് സിസ്റ്റുകളും ഉണ്ട്. ഡോക്ടർ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടർ ചോദിച്ചോളൂ. ഞാൻ സുബൈദയാണ്, പെരുമ്പാവൂരിൽ നിന്ന്. മനസ്സിലായി, പറഞ്ഞു. എനിക്ക് 45 വയസ്സുള്ള ആളാണ്. ഞാൻ ടിവിയുടെ 45 വയസ്സുള്ള ആളാണ്. ഹലോ, ടിവിയുടെ വോളിയം കംപ്ലീറ്റ് കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ചോളൂ. 2004 റിമൂവ് ചെയ്തു. ഹലോ, 2004 എന്താ ചെയ്ത്? 2004 യൂട്രസ് റിമൂവ് ചെയ്തു. ഓ ശരി. അപ്പം ചെറിയ ഫൈബ്രോയിഡിന്റെ ഒരു മഴയായിരുന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഭയങ്കര ചൂടാ, ശരീരം മുഴുവൻ ചൂട്. അപ്പൊ ആ മുഴയൊന്ന് എടുത്ത് കളയാൻ, യൂട്രസ് റിമൂവ് ചെയ്യാതെ തന്നെ മുഴ എടുത്ത് കളയാൻ പറ്റുമായിരുന്നോ? സൈസൊക്കെ അറിഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സൈസ്, പിന്നെ ആ മുഴ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ബ്ലീഡിങ് ഉണ്ടായിരുന്നോ, വേദന ഉണ്ടായിരുന്നോ, ഇതൊക്കെ അറിഞ്ഞാലല്ലേ എന്തുകൊണ്ട് എടുത്ത് കളഞ്ഞു എന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ ചൂടൊക്കെ യൂട്രസ് ഓവറി മാറ്റിയതിൻ്റെതാണ്. അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പക്ഷെ അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു കാണും. 45 വയസ്സായില്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, അത് അത് മെനോപോസിന്റെ ഹോർമോണുകൾ നമ്മളെ ദേഹത്ത് നിന്ന് സ്ത്രീ ഹോർമോണുകൾ ഇല്ലാണ്ടാവുന്നതുകൊണ്ടാണ്. അതിന് മെനോപോസൽ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് മെനോപോസ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ മെനോപോസിന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ അണ്ടാശയ മുഴകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇപ്പൊ അണ്ടാശയത്തിന് 3-4 ലെയർ ഉണ്ട്. ചെറിയൊരു സാധന 2 to 3 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ അതില് 3-4 ലെയർ. അതിന്റെ പ്രവർത്തനവും വളരെ കൂടുതലാണ്. ആള് ചെറുതാണെങ്കിലും വർക്ക് ഭയങ്കരമാണ്. അപ്പം പുറത്ത് വരുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയറിൽ കവറിങ് ലെയർ, അതിൽ നിന്നും 3-4 തരം ട്യൂമർ വരാം. പിന്നെ ഉള്ളില് ഈ ശരിക്കും അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലെയറുണ്ട്. അത് നിന്നും വരുന്ന ട്യൂമേഴ്സ് കുറച്ചും കൂടെ കാഠിന്യം കൂടിയതായിരിക്കാം. അപ്പം സാധാരണ നമ്മൾ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന മുഴകൾ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത മുഴകളാണ് സാധാരണ കാണുന്നത്. സീറസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഫ്ലൂയിഡ് വളരെ ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റുകളാണ് സാധാരണ കാണുന്നത്. സാധാരണ കൊച്ചു പെൺകുട്ടികളിൽ പോലും കാണാൻ പറ്റും.
18 വയസ്സ് 20 വയസ്സിലൊക്കെ വലിയ അത് സിസ്റ്റം കൺവേർട്ട് ആവോ ക്യാൻസറസ് ആയിട്ട്? അല്ല, അത് കുറവാണ്. അങ്ങനെയുള്ള ഇതിൽ അതിൽ ചില ടൈപ്പ് ഉണ്ട് കൺവേർട്ട് ആവുന്നത്. അതിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഈ സീറസ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് അതിന്റെ ക്യാൻസറസ് ഫോമും ഉണ്ട്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞിട്ടായിരിക്കും അത് ചിലപ്പോൾ ക്യാൻസർ ആവുന്നത്. ഇപ്പൊ ഇത് മിക്കവാറും ചെറുപ്പക്കാരിൽ ഈ സിസ്റ്റുകൾ ഒരുപാട് കാണാൻ പറ്റും. ഒവേറിയൻ സിസ്റ്റ് കല്യാണത്തിന് മുമ്പേയൊക്കെ തന്നെ നമുക്ക് കാണാം. വലിയ സ്ഥലത്തിൽ വലിയ സൈസ് സിസ്റ്റ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ, ഞാൻ ലാപ്രോസ്കോപ്പി വഴി മാറ്റിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സിസ്റ്റ് 20 സെന്റിമീറ്റർ ആയിരുന്നു. 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വയറ് മുഴുവൻ അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഓവറിയുടെ പുറത്ത് വരുമോ സിസ്റ്റ്? ഓവറി ഒന്നും കാണാൻ പറ്റില്ല. എല്ലാ അവയവങ്ങളുടെയും മുകളിൽ കൂടെ ഒരു വെള്ളം നിറഞ്ഞ ഒരു ബാഗ് നമ്മൾ മുകളിൽ വെച്ചിരുന്ന എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും. അപ്പം ആ ഇത് മുഴുവൻ ആസ്പിറേറ്റ് ചെയ്ത് എടുത്ത്, അത് നമ്മൾ അതിന് മുമ്പേ ക്യാൻസറസ് ആണോ ഇല്ലേന്നൊക്കെ അതിനാണ് ഈ MRI പെൽവിസ് ഒക്കെ എടുക്കും. പിന്നെ വേറെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. നമ്മളത് ഷുവർ ആക്കും. ക്യാൻസറസ് അല്ലെങ്കിൽ മാത്രമേ ലാപ്രോസ്കോപ്പി ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ സർജറി തന്നെ ചെയ്ത് അതിൻ്റെ കൂടെ യൂട്രസും ഒക്കെ മാറ്റേണ്ടി വരും. ക്യാൻസറിന്റെ ഒരു അംശം പോലും നമ്മൾ ഒരു അവയവത്തിലും വച്ചിരിക്കാൻ പാടില്ല. പിന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും അമ്മയുടെ വഴിയിൽ യൂട്രസിനോ ബ്രസ്റ്റിനോ ഓവറിക്കോ ക്യാൻസർ ഉണ്ടെങ്കിൽ ചെറിയ ഒരു മുഴ പോലും വളരെ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യണം. പെൺകുട്ടികൾ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്തിരിക്കണം. അവർ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കണം. ഇങ്ങനെ എന്തെങ്കിലും മുഴകളുണ്ടോ, യൂട്രസിൽ മുഴകളുണ്ടോ, ബ്രസ്റ്റ് ഇടയ്ക്കൊന്ന് ഇത് നോക്കാം. ഒരു ഡോക്ടറെ കാണിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ മസ്റ്റാണ്. കാര്യം വെച്ചാൽ ഇതെല്ലാം ഒരു ജെനറ്റിക് ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒവേറിയൻ സിസ്റ്റുകളെല്ലാം ജെനറ്റിക് ആണ്. അതിൽ ഒരു പ്രത്യേക ജീൻ BRCA1-2 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജീൻസ് ഉണ്ടെങ്കിൽ ഓങ്കോജീൻ എന്ന് പറയും. അതായത് ഇപ്പം എല്ലാം കണ്ടുപിടിച്ച് വന്നിരിക്കുന്ന ക്യാൻസർ പോലും നമുക്ക് കുടുംബ വഴി കിട്ടുന്നതാണ്. അപ്പൊ ആ ജീൻ വളരെ പ്രോമിനന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ സാധ്യത 80% എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് നമുക്കിപ്പം അത് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ വളരെ കെയർഫുൾ ആയിട്ട് സ്വയം മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും ചെറിയ ഇത് കാണുമ്പോൾ ബിഗിനിങ്ങിലെ ട്രീറ്റ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാണ്, സുലേഖ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ കൊല്ലത്തുനിന്നാണ്, സുലേഖ. ഈ നടുവേദനയും യൂട്രസിന്റെ വല്ല ബന്ധമുണ്ടോ ഡോക്ടറെ? ഉണ്ടാവും. നമുക്ക് പ്രസവ വേദന തുടങ്ങുന്നത് എങ്ങനെയാ? നടുവിൽ നിന്നല്ലേ? പ്രസവ വേദന തുടങ്ങുന്നത് മിക്കവാറും നടുവേദനയായിട്ടല്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അപ്പം ഈ 2 കാരണങ്ങളാവാം. യൂട്രസിന് പ്രശ്നം ഉണ്ടെങ്കിൽ നടുവേദനയായിട്ട് വരാം. അപ്പൊ പക്ഷെ രണ്ടും നോക്കണം. യൂട്രസിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ സ്പൈൻ. ഒരു ഓർത്തോ ഡോക്ടറെ കാണിച്ചിട്ട് സ്പൈനിന്റെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ, നട്ടെല്ലിന് പ്രശ്നമുണ്ടോ, ഇത് രണ്ടും നോക്കിയേ പറ്റും. എനിക്കറിയേണ്ടത് പറഞ്ഞോളൂ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒപ്പം കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേദനയാണോ എന്നാണോ അറിയണ്ടേ? ഹലോ, അതിന്റെ കൊണ്ട് ഇപ്പൊ വേദന കുറയാതായപ്പോഴത്തേക്ക് സ്കാൻ ചെയ്തപ്പോ യൂട്രസിനകത്ത് 3 സെന്റിമീറ്ററുള്ള വലിയ മുഴ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഓപ്പറേഷൻ ഈ അടുത്ത ആഴ്ചയാണ്. 3 സെന്റിമീറ്ററേ ഉള്ളോ? എത്രയുള്ളെന്ന് പറഞ്ഞു? 3.5 സെന്റിമീറ്റർ. ഒരെണ്ണേ ഉള്ളോ? 3.5 സെന്റിമീറ്റർ, ബാക്കിയെല്ലാം ചെറുതാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. പറഞ്ഞോളൂ. ഹലോ, അപ്പോഴും അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? കാലിനൊക്കെ നല്ല അവശതയുണ്ട്. എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കേ. തീർച്ചയായിട്ടും കാണിക്കണം കേട്ടോ. കാണിച്ചിട്ട് എന്താണ് ഇത് അവസ്ഥയെന്ന് അതിൽ നോക്കിയിരുന്നാൽ മതി കേട്ടോ. ശരി, ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്.
ഡോക്ടർ നമ്മൾ പിന്നെ അണ്ടാശയമുഴകൾ. അപ്പൊ നമ്മൾ സാധാരണ കാണുന്നത് വലിയ സൈസായി വരുന്നത്, ഇപ്പൊ നമുക്കിപ്പോ 2 സെന്റിമീറ്റർ ആയിരിക്കും, പെട്ടെന്ന് വളരും. ഈ വളരും എന്ന് വെച്ചാൽ ഈ മറ്റേ ബാഗ് പോലത്തെ ഇതിൽ വെള്ളം നിറഞ്ഞ് അത് വലുതാവും, അങ്ങനെയാണത്. മറ്റേത് മുഴ ശരിക്കും കട്ടിക്കല്ലേ, ഇത് ഒരു ബാഗ് പോലെ വെള്ളം നിറഞ്ഞു. വെള്ളമല്ല, അതിൻ്റെ അകത്ത് പലതരം ഫ്ലൂയിഡാണ്, ഞാൻ വെള്ളം എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതിനകത്തുള്ള ഫ്ലൂയിഡ് കൂടി വരും. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിന്റെ ഇത് സംഗതി മാറി വരും. ഇപ്പൊ സീറസ് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുതരം മഞ്ഞ കളർ, അങ്ങനെയുള്ള സംഗതി. പിന്നെ മ്യൂസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുമാതിരി കൊഴുപ്പിന്റെ അംശം പോലെ ഒരുതരം വെള്ളം, അങ്ങനത്തെ ഇതുണ്ട്. അപ്പം വളരെ വലിയ സൈസ് ആവുന്ന സംഗതിയുണ്ട്, മ്യൂസിനസ് സിസ്റ്റഡിനോമ എന്നൊക്കെ പറഞ്ഞു, വലിയ സിസ്റ്റ് ആവുന്ന സംഗതികളുണ്ട്. അപ്പോൾ അതൊക്കെ പക്ഷെ അങ്ങനെ വലിയ സൈസ് ആവുകയാണെങ്കിൽ പോലും ക്യാൻസർ അല്ല. അങ്ങനെയുള്ളത് സ്ഥിരമായിട്ട് എല്ലാ പ്രായക്കാർക്കും വരാം, നമുക്കെടുത്ത് മാറ്റാനും പറ്റും, കുഴപ്പമില്ല. ഇപ്പോൾ ലാപ്രോസ്കോപ്പി ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് 1 ദിവസമോ 2 ദിവസമോ ആശുപത്രി കിടന്നാൽ മതി. ഇത് മുറിവൊന്നുമില്ല, അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. കുഴപ്പമില്ല, എത്ര വലുതാണെങ്കിൽ പോലും. അതിൻ്റെ ഫുള്ളായിട്ട് അതിൻ്റെ വോളെന്ന് പറയും, അതിൻ്റെ ആ ബാഗിൻ്റെ ഇതില്ലേ സഞ്ചി പോലത്തെ ആ വോൾ, അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ വരുത്താതെ ഇരിക്കാൻ പറ്റും. പക്ഷേ സിസ്റ്റിൻ്റെ ഒരു ദോഷം എന്തെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരിക്കൽ വന്നാൽ പിന്നെയും അപ്പുറത്തെ അണ്ടാശയത്തിൽ വരാൻ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ല, സാധ്യത ഉണ്ട് പലരിലും. അതുപോലെ പിന്നെ സിസ്റ്റ് തന്നെ പോകുന്നതുണ്ടോ? തന്നെ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതെന്ന് ഫോളിക്കുലർ സിസ്റ്റം എന്ന് പറയും, ഫങ്ഷണൽ സിസ്റ്റം എന്നും പറയും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ അണ്ടോൽപാദനം നടക്കുമ്പം ചില അണ്ടങ്ങൾ, ചിലർക്ക് ഇപ്പോൾ 2-3 അണ്ടമൊക്കെ ഉണ്ടാവും ഒരു സമയത്ത്, ചില അണ്ടം പുറത്തു വരില്ല, വലുതായിട്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ അത് വലുതായി വരും, ആ പുറത്ത് വരാതെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ അടുത്ത് സ്കാൻ ചെയ്ത് നോക്കുമ്പം അതൊരു വലിയ സിസ്റ്റ് പോലെ ഇങ്ങനെ കാണും. 2 മാസക്കുള്ളിൽ കഴിയുമ്പോൾ അത് തനിയെ പോയിക്കോ. അപ്പോഴാണ് അതാണ് ഇത്, അയ്യോ ആദ്യം സിസ്റ്റ് കണ്ടു, ഇപ്പൊ സിസ്റ്റ് കണ്ടില്ല, എന്നിട്ട് വെറുതെ മറ്റേ സ്കാൻ ചെയ്ത ഡോക്ടറെയൊക്കെ സംശയിക്കും, ഇത് ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഗതിയും കൂടി ഉണ്ട്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ നമുക്ക്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ അശ്വതി. ഹലോ, ഞാൻ അശ്വതി. ഡോക്ടർ ചോദിച്ചോളൂ. ചോദിച്ചോളാം. ഹലോ ഡോക്ടറെ. ഹലോ, ഞാൻ അശ്വതി, എനിക്ക് 21 വയസ്സാണ്. ഹലോ, കേക്കുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞോളൂ, കേക്കാം. എനിക്കാണെങ്കിൽ ഈ ഓവറിയിൽ ഒരു പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെന്ന് ഇങ്ങനെ ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് കണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഒരു പൊടിമരുന്ന് പോലെ ഒരു ഇതാ തന്നിട്ടുള്ളത്. അപ്പൊ അതിങ്ങനെ 2-3-4 മാസമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സ്കാൻ ചെയ്തായിരുന്നു, CT സ്കാൻ ചെയ്തപ്പോ ഇങ്ങനെ പോളിസിസ്റ്റിക് ഓവറിയാന്ന് പറഞ്ഞു. അപ്പൊ അത് മാറുമോ? അതിന് ഈ പൊടിമരുന്നല്ലാതെ മാരീഡ് ആണോ? അല്ല. അപ്പൊ ഈ അതല്ലാതെ വേറെ ഇപ്പം വെയിറ്റ് കൂടിയ ആളാണോ? അല്ലല്ല, നോർമൽ വെയിറ്റ് ഒക്കെയാണ്. 54. ഫുഡിന്റെ കൺട്രോളൊക്കെ പറഞ്ഞു തന്നായിരുന്നോ? അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതെല്ലാം പാലിക്കുക. പീരിയഡ് നോർമലായിട്ട് ഇപ്പൊ വരുന്നുണ്ടോ? പീരിയഡ് ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുവായിരുന്നു. അപ്പൊ അത് കാരണം കാണിച്ചത്, അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ. ഇപ്പൊ ശരിയായോ? ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കുറയാൻ സാധ്യതയുണ്ടോ ഡോക്ടറെ? കുറയാൻ സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ എല്ലാത്തിലും കുറച്ച് മരുന്നുകൾ മാത്രം പോരാ, ചെറിയ എക്സസൈസ് വേണം. പിന്നെ മധുരം ഉള്ള അംശങ്ങൾ, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ കുറയ്ക്കാൻ നോക്കണം കേട്ടോ. പ്രത്യേകിച്ചും മധുരത്തിന്റെ അംശമുള്ള ഭക്ഷണങ്ങൾ. ഇതെല്ലാം നമ്മൾ ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് മാറ്റി പിടിച്ചാൽ നല്ല വ്യത്യാസം വരും. അതിന്റെ കൂടെ മരുന്നുകളും കൂടെ ആവുമ്പോൾ നല്ല വ്യത്യാസം വരും കേട്ടോ. ശരി, ഓക്കെ അശ്വതി, താങ്ക് യു ഫോർ കോളിംഗ്. ലൈഫ് ബീറ്റ്സിൽ ഇനിയൊരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. Punarjani Super Speciality Hospital, Perurkada, Trivandrum. Advanced Urology, Gynecology, IVF Center. Endoscopy and keyhole surgery in urology, gynecology and infertility. IVF at very low cost with high success rate. New generation holmium German laser for urinary stone treatment.
പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, AKG നഗർ റോഡ്, പേരൂർക്കട, ട്രിവാൻഡ്രം. ലൈഫ് ബീറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ 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 ആരാണ് സംസാരിക്കുന്നത്? കൊല്ലത്തുനിന്ന് വിളിക്കുകയാണേ. ഓക്കെ, ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഹലോ കേക്കാം, പറഞ്ഞോളൂ. ഹലോ കേക്കാം, ചോദിച്ചോളൂ. കേക്കാം, പറഞ്ഞു. ഡോക്ടർ, എനിക്ക് ഇങ്ങനെ പീരിയഡ്സ് ഇങ്ങനെ മുറയ്ക്ക് ആവത്തില്ലായിരുന്നു. വയസ്സെത്രേ? വയസ്സ് 23. കേൾക്കാമോ ഡോക്ടർ? കേക്കാം, പെട്ടെന്ന് പറഞ്ഞോളൂ. പീരിയഡ്സ് ആവത്തില്ലായിരുന്നു. അപ്പൊ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ സ്കാൻ ചെയ്ത് അപ്പൊ ഈ യൂട്രസിന്റെ അകത്ത് എന്തോ ഒരു കട്ടി കുറവാണെന്ന് പറഞ്ഞ് അതിന് 4 മാസം മരുന്ന് കഴിക്കാൻ പറഞ്ഞായിരുന്നു. നോവലിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ് തന്നത്. എന്നിട്ട് ശരിയായോ? പീരീഡ് ശരിയായോ? ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുകയാണ്. 4 മാസം കഴിക്കണം എന്ന് പറഞ്ഞു. 21 ദിവസം കഴിക്കാനുള്ള ഗുളികയാണ്. മനസ്സിലായി. 21 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിയുമ്പോഴത്തേക്കും പീരിയഡ്സ് ആവുമെന്ന് പറഞ്ഞു. ഇപ്പൊ 4 തവണ കഴിച്ച് 4 തവണ കറക്റ്റ് ആയിട്ട് പീരിയഡ്സ് ആയി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് 4 മാസം കഴിച്ചിട്ട് പിന്നെ തനിയെ ആവൂന്ന് നമുക്ക് നോക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഈ പീരിയഡ്സ് 1-2 മാസത്തേക്ക് പണ്ട് വരൂലായിരുന്നോ? എന്തോ പീരിയഡ്സ് വരില്ലായിരുന്നോ 1-2 മാസത്തേക്കൊക്കെ? കറക്റ്റ് ആയിട്ട് വരൂലായിരുന്നു. 2-3 മാസം ഇങ്ങനെ 2-3 തവണ ആവും. 1 മാസം തന്നെ 2-3 തവണ ഇങ്ങനെ വരുമായിരുന്നു. ഇതിന് സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നോ എന്തെങ്കിലും? സ്കാൻ ചെയ്തപ്പോ യൂട്രസ് ഒക്കെ നോർമലാ. യൂട്രസിന്റെ അകത്ത് എന്തോ ഒരു കട്ടി കുറവാണ്. അതൊരു ഹോർമോണിന്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. മരുന്ന് കഴിച്ചാൽ മതി, അത് ശരിയാവൂന്ന് പറഞ്ഞു. ഓവറിയിൽ വല്ല സിസ്റ്ററ്റോ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പോളിസിസ്റ്റിക് ഓവറി അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആണോ? എന്തായാലും ഇപ്പൊ ഇത്രയും മരുന്ന് കഴിച്ചല്ലോ, ഇനി ഒന്നും കൂടി ഒന്ന് സ്കാന് നോക്കണം. നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോന്ന് ഒന്ന് നോക്കണം. അത് തന്നെ, അത് മറ്റേ ഇതാണ്, ഗർഭനിരോധന ഗുളികയാണ്. അത് ഇങ്ങനത്തെ ഒരവസ്ഥയ്ക്ക് ഈ ഹോർമോൺ നേരെയാക്കാനും കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് എപ്പോഴും കഴിക്കാൻ പറ്റില്ല. അടുത്ത ഒരു സ്റ്റെപ്പ്, ഇനി നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഹോർമോൺസ് ഒക്കെ ഒന്ന് നോക്കണം. എല്ലാ ഹോർമോണും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സ്ത്രീ ഹോർമോണുകളൊക്കെ നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ അവരിതെല്ലാം ചെക്ക് ചെയ്തോളും കേട്ടോ. അത് മാത്രമല്ല, സ്കാന് കുറച്ചും കൂടെ വിശദമായിട്ട് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ പീരിയഡ് മിസ് ചെയ്ത് ഇങ്ങനെ വരുന്നത് എന്ന് ഉള്ളത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വിദഗ്ധമായ ഒരു പരിശോധന വേണം ശരിയാക്കാൻ കേട്ടോ. അത് മതി. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അത് ആ പ്രശ്നം ഉണ്ടോ ഇല്ലേന്ന് അറിയാനാണ് ഒരു വിദഗ്ധമായ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ഒന്നും കൂടി കറക്റ്റായിട്ട് ചെയ്യാൻ. ഹോർമോൺസ് ചെയ്തിട്ടില്ല, അതൊക്കെ ചെയ്യാനാ പറഞ്ഞത് കേട്ടോ. പേടിച്ചിരിക്കാതെ പോയി ഇതൊക്കെ ചെയ്തോളൂ, ശരിയായിക്കോളൂ. നമുക്ക് കാര്യം മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ. ഇതൊരു ഹോർമോണിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. ഈ മരുന്ന് കഴിച്ചാൽ അത് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നോക്കൂ, ഒരാളെയും കൂടെ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇന്നൊരു ഗൈനക്കോളജിസ്റ്റിനെയും കൂടെ കാണിച്ചു നോക്കൂ, കുഴപ്പമൊന്നുമില്ല. ശരി, ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ ഓവറി സിസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഓവറിയില് സിസ്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പം ഈ കുഴപ്പമില്ലാതെ വലുതാവുന്ന ഒരു സിസ്റ്റുകളാണ് ഈ ഇതെല്ലാം. അത് വേറെ അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ഡെർമോയിഡ് സിസ്റ്റ് എന്നൊക്കെ പറയും, ചിലപ്പോൾ ക്യാൻസർ ആവാൻ പറ്റിയ ഒരു സിസ്റ്റം. അത് മാത്രമല്ല, ചെറുപ്പത്തിലേ വരും, വളരെ ചെറുപ്പത്തിൽ 25 വയസ്സ് 23 വയസ്സിലേ അത് കാണാം നമുക്ക്. പിന്നെ അത് മാത്രമല്ല, ടെററ്റോമ, ഡെർമോയിഡ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ക്യാൻസറസ് ആവാൻ സാധ്യതയുള്ള സിസ്റ്റാണ് ചെറുപ്പത്തിൽ. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ മാറ്റണം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ സിസ്റ്റുകളുടെ ഉള്ളിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സോളിഡ് ആയിട്ടുള്ളതാണ്, അകത്ത് വെള്ളമല്ല. അതിൻ്റെ അകത്ത് നോക്കുമ്പം മുടി, നഖം, പല്ല്, പിന്നെ വേറെ പല ടിഷ്യൂ എല്ലാം കാണും. കാര്യം വെച്ചാൽ എല്ലാ ടിഷ്യൂവും സ്വയം ഉണ്ടാക്കാൻ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു സിസ്റ്റാണത്.
അപ്പോൾ ഇങ്ങനെ എല്ലാ നിറയെ മുടിയൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് അത് ക്യാൻസർ ആകാനും സാധ്യതയുള്ളത്. അപ്പോൾ അതൊരു വളരെ വിശേഷമായ ഒരു സംഗതിയാണ്. അത് എടുത്ത് മാറ്റുക, അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയേ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് സ്ഥിരമായിട്ട് അത് നോക്കി ഇരിക്കുകയും വേണം. ചിലപ്പോൾ ഈ ഓവറിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ അടുത്ത ഓവറിൽ വരും. അപ്പോൾ അത് ക്യാൻസർ പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതുപോലെയുള്ള സിസ്റ്റുകൾ വളരെ ദോഷം ചെയ്യും. പിന്നെ ഡെർമോയിഡ് സിസ്റ്റ് പോലുള്ളത് ഭയങ്കര പീരിയഡ്സിൻ്റെ പെയിൻ ഉണ്ടാക്കും. പീരിയഡ് ടൈമിൽ, മെൻസസ് പീരിയഡിൽ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാക്കുന്ന സിസ്റ്റുകളുണ്ട്. അപ്പോൾ അത് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് വേണം. പിന്നെ അടുത്തത് ഇതേപോലെ പീരിയഡ് പെയിൻ ഉണ്ടാക്കുന്നതാണ് ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് എൻഡോമെട്രിയോസിസ് എന്നുള്ള രോഗം. അത് ഈ 2 ഓവറിയിലും നിറയെ ഇത് രക്തം കൊണ്ട്, അതിനകത്ത് ബാഗ് പോലെ ഉള്ളതിനകത്ത് രക്തമാണ്. ഓരോ പീരിയഡ് ടൈമിനും അകത്ത് രക്തമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വെള്ളം പോലത്തെയോ ഫ്ലൂയിഡോ അല്ല. അപ്പം അതനുസരിച്ച് സിവിയർ പെയിൻ ആയിരിക്കും. ഓക്കെ ഡോക്ടർ, നമുക്ക് തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ടി വിയുടെ വോളിയം കംപ്ലീറ്റ് കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിക്കണേ. ആരാ സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് പീരീഡ് റെഗുലർ അല്ലായിരുന്നു. മാരീഡ് ആണ്, 9 വർഷമായി, കുട്ടികളില്ല. അങ്ങനെ പീരീഡ് റെഗുലർ അല്ലായിരുന്നു. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ആണെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം IUI ചെയ്തു. അപ്പോ അത് ഇതായില്ല, കൺസീവ് ആയില്ല. പിന്നെ കുറച്ച് നാളായിട്ട് ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റൊക്കെ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ലാപ്രോസ്കോപ്പി ചെയ്തിട്ടും പിന്നെയും പീരീഡ് റെഗുലറായി വരും. പീരീഡ് റെഗുലർ അല്ലായിരുന്നു. അപ്പൊ പീരീഡ് റെഗുലറായി വരുമെന്ന് പറഞ്ഞു. ലാപ്രോസ്കോപ്പി ചെയ്തിട്ടും പീരീഡ് റെഗുലർ ആയില്ല. പിന്നെ വീണ്ടും ലാപ്രോസ്കോപ്പി ചെയ്ത ശേഷം IUI ചെയ്തു. എന്നിട്ടും കൺസീവ് ആവുന്നില്ല. അപ്പൊ പീരീഡ് ലാപ്രോസ്കോപ്പി ചെയ്താൽ ഇത് റെഡി ആവുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? ലാപ്രോസ്കോപ്പി ചെയ്തതുകൊണ്ട് മാത്രം PCOD മാറില്ല. അതാ ഞാൻ പറഞ്ഞത്, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. വണ്ണം ഉള്ള ആളാണോ, എന്നാൽ വണ്ണം വെയിറ്റ് കൂടുതലായിട്ട് കുറവായിരുന്നു. ഇപ്പൊ ഇത് വന്നതിന് നല്ല വെയിറ്റ്, ഹോർമോൺ ഇഞ്ചക്ഷനും IUI കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ഒരുപാട് കൂടി. അപ്പം ഡോക്ടറുടെ അഡ്വൈസ് ഈ 4 തരത്തിൽ പോയിരിക്കണം. ഒന്ന്, വെയിറ്റിൻ്റെ റിഡക്ഷൻ. അതിന് ഡോക്ടറുടെ നല്ല എക്സ്പേർട്ട് ഗൈഡൻസ് വേണം. ഓക്കെ, ഞാൻ യൂഷ്വലി ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാറുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും PCODയുടെ ഒരു കുറവ് കിട്ടില്ല. ഒന്ന്, വെയിറ്റ് റിഡക്ഷൻ നമ്മൾ അതുപോലെ ഗൈഡ് ചെയ്യണം. അതേപോലെ ഡയറ്റ് കൗൺസിലിംഗ്, മധുരവും കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് അവോയ്ഡ് ചെയ്താൽ മാത്രമേ, അതുപോലെ നല്ല നമ്മളെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുകയും വേണം. എന്നാൽ എന്ത് തരം ഭക്ഷണം എന്ന് ഡോക്ടർ കൃത്യമായിട്ടൊരു ചാർട്ട് തരണം. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ അഡ്വൈസ് കൃത്യമായിരിക്കണം. പിന്നെ അതേപോലെ എക്സസൈസ്. ഓക്കെ, സോ ഇത് എല്ലാം കൂടി പോയാലേ ശരിയാവുള്ളൂ. കഴിക്കാനായിട്ട് ടാബ് തന്നു. 21 ദിവസം കഴിച്ചിട്ട് 3-4 മാസം കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചിട്ട് നമ്മൾ ഈ വെയിറ്റും കുറച്ചാല് പീരീഡ് റെഗുലർ ആവുന്നു. വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ നോക്ക്. എക്സസൈസ്, ഡയറ്റ് അഡ്വൈസ് നല്ല ഒന്നി ഡോക്ടറോട് അല്ലെങ്കിൽ ഒരു നല്ല ന്യൂട്രീഷനിസ്റ്റോട് ആരുടെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ഇതിൽ മെയിനായിട്ട് ഞാൻ പറയുന്ന കാര്യം മധുരം ടോട്ടലി മാറ്റുക. പിന്നെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒത്തിരി എണ്ണയും ഇതുമൊക്കെ ഉള്ള ഐറ്റംസ് ടോട്ടലി ഒന്ന് മാറണം. പിന്നെ എക്സസൈസ് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി വേർക്കത്തക്ക രീതിയിൽ ഇത്രയെങ്കിലും മസ്റ്റായിട്ട് വേണം. പിന്നെ നമ്മൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. മരുന്ന് മാത്രം കഴിച്ചാൽ ഇത്, ഒരു ലാപ്രോസ്കോപ്പി ചെയ്തുകൊണ്ടോ കുറച്ച് മരുന്ന് കഴിച്ചുകൊണ്ടോ ഇത് മുഴുവൻ മാറില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇനി അങ്ങ് തുടങ്ങിക്കോളൂ, ശരിയായിക്കോളൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ പലതരം സിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ സിസ്റ്റ് റിമൂവ് ചെയ്യുമ്പം ഏത് അവസ്ഥയിലാണ് സിസ്റ്റ് മാത്രം റിമൂവ് ചെയ്യാൻ പറ്റുന്നത്, ഏത് അവസ്ഥയിലാണ് ഓവറിയോട് റിമൂവ് ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് മിക്കവാറും ഓവറിയോട് റിമൂവ് ചെയ്യേണ്ടി വരാറില്ല. മിക്കവാറും ക്യാൻസറസ് ആണെങ്കിൽ ഓവറി മാത്രമല്ല, യൂട്രസും റിമൂവ് ചെയ്യണം, സർവിക്സും റിമൂവ് ചെയ്യണം. മറ്റവസ്ഥയിലെല്ലാം സിസ്റ്റ് മാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. മേ ബി അത് അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. വേറെ കുഴപ്പമില്ലാത്ത സിസ്റ്റുകളാണെങ്കിൽ നമുക്ക് ഓവറി എന്തിനാ ആവശ്യമില്ലാതെ റിമൂവ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല ഇതുവരെ എനിക്ക്. ഐ ഡിഡ്ന്റ് ഹാവ് ടു ഫേസ് സച്ച് തിങ്സ്. എന്നുവെച്ചാൽ ഈവൻ ഞാൻ പറഞ്ഞില്ല 20 സെന്റിമീറ്റർ സിസ്റ്റ് ആയപ്പോൾ പോലും ഓവറിയുടെ ഒരു നോർമൽ പോർഷൻ ഉണ്ടായിരുന്നു, അതിനെ ബാക്കി വെച്ചിരുന്നു.
ആ അബ്നോർമൽ സിസ്റ്റിനെയും അതിന്റെ വോളിനെയും മാത്രം എടുത്തതേ ഉള്ളൂ. റെക്കറൻസ് ഒന്നും ഉണ്ടായില്ല. അല്ല, ഓവറിയെ മാറ്റുക എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു കാര്യം. അതിന്റെ ഒരു കാര്യമില്ല. നമ്മൾ അസിസ്റ്റന്റ് ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സിസ്റ്റുകളെയൊക്കെ കുറിച്ച് പറയുമ്പം ഇപ്പൊ ഞാൻ PCOD പറ്റി പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ല. കാര്യം ഈ സിസ്റ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എല്ലാവരും സിസ്റ്റ് ഉണ്ട് പീരിയഡ്സ് നേരെ വരുന്നില്ല, തടി വെക്കുന്നു, മുഖത്തൊക്കെ മുടി വളർച്ച വരുന്നു, പിന്നെ പിമ്പിൾസ് ഒക്കെ വരുന്നു. ഇതൊക്കെയാണ് ഏറ്റവും. ഇപ്പം എൻ്റെ അടുത്ത് ലേസർ ചെയ്യാൻ പലരും വരുന്നുണ്ട്, വെയിറ്റ് സ്ലിമ്മിങ് ഒക്കെ ജിമ്മിൽ സ്ലിമ്മിങ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഞാൻ, അതിനു വേണ്ടി ഒത്തിരി പേര് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവരെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. ഇത് സൗന്ദര്യത്തിൻ്റെയോ അല്ലെങ്കിൽ വെയിറ്റിൻ്റെയോ അല്ല, ഇത് ശരിക്കും ഉള്ളിൽ നിന്ന് നിങ്ങളുടെ അണ്ഡാശയം പുരുഷ ഹോർമോണുകൾ ചുരത്തുന്ന കുറേ സിസ്റ്റുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ശരിക്കും അതാണ് പോളിസിസ്റ്റിക് ഓവറി. അതുകൊണ്ടാണ് അത് ആദ്യം കറക്റ്റ് ചെയ്യണം. അത് ഈ പുരുഷ ഹോർമോണിനെ കുറയ്ക്കുകയും സ്ത്രീ ഹോർമോണിനെ കൂട്ടുകയും ചെയ്യണം. അതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വെയിറ്റ് റിഡക്ഷൻ, ഇത് ഭക്ഷണം നമ്മൾ ക്രമീകരിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ കഴിക്കാതിരിക്കും പലരും, അതല്ല, അത് കൂട്ടേ ഉള്ളൂ വെയിറ്റ്. അത് പലർക്കും അറിയില്ല. നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുക, നല്ല ന്യൂട്രീഷ്യസ് ഭക്ഷണം, പക്ഷെ വെയിറ്റ് കൂട്ടാത്ത ഭക്ഷണം. അതാണ് ഇപ്പം ഞാൻ ഡയറ്റ് ചാർട്ടാണ് കൊടുക്കുന്നത് സാധാരണ. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുടെ ഡയറ്റ് ചാർട്ട് അളവ് കുറച്ച്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ കൂട്ടി. ഏത് പ്രായത്തിലും വരാവോ PCOD? ഏത് പ്രായത്തിലും അല്ല, യങ്ങർ ഏജ് ആണ് കൂടുതൽ. ഒരു 35 വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനപ്പുറത്ത് പിന്നെ അതിന് വലിയ പ്രാധാന്യമില്ല. അതുവരെയാണ് മക്കൾ ഉണ്ടാവുന്നില്ല. അതിന് ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറഞ്ഞാൽ പീരിയഡ്സ് വരത്തില്ല. അതിൽ ഏറ്റവും പിന്നെ പ്രശ്നം ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അത് വന്ധ്യതയുടെ ഏറ്റവും വലിയ കാരണമാണ് ഈ PCODയും എൻഡോമെട്രിയോസിസ്, ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് സിസ്റ്റം. സോ അപ്പം സിസ്റ്റുകളെന്ന് പറയുമ്പോൾ ഒരു 1000കണക്കിന് പറയാനുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ആളുകൾ ഇനിയെങ്കിലും തരംതിരിച്ചറിയണം. അണ്ഡാശയത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത് വേറെ, ഫൈബ്രോയിഡ് മുഴകൾ എന്ന് പറയുന്നത് വേറെ. അപ്പം ഇനി കബളിപ്പിക്കപ്പെടാതിരിക്കാം ഇതുപോലെയൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ടൊരു ഡോക്ടറുടെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഒപ്പീനിയൻ തന്നെ ചോദിക്കണം. സ്വയം ട്രീറ്റ് ചെയ്യുകയോ സ്വയം വെച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യരുത്. സോ ഇതുകൊണ്ട് അത്രയെങ്കിലും എല്ലാവർക്കും പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സിസ്റ്റുകളെ കുറിച്ചും ഫൈബ്രോയിഡിനെ കുറിച്ചൊക്കെ ഡോക്ടർ വളരെ വിശദമായി പറഞ്ഞു തന്നു. ഡോക്ടറിൽ നിന്ന് നമസ്കാരം. ലൈഫ് ബീറ്റ്സിൽ അടുത്ത ആഴ്ച ഇതേ സമയം പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, AKG നഗർ റോഡ്, പേരൂർക്കട, ട്രിവാൻഡ്രം. പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പേരൂർക്കട, ട്രിവാൻഡ്രം. അഡ്വാൻസ്ഡ് യൂറോളജി, ഗൈനക്കോളജി, IVF സെന്റർ. എൻഡോസ്കോപ്പി ആൻഡ് കീഹോൾ സർജറി ഇൻ യൂറോളജി, ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി. IVF at very low cost with high success rate. New generation Holmium German laser for urinary stone treatment. പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, AKG നഗർ റോഡ്, പേരൂർക്കട, ട്രിവാൻഡ്രം.